ഹായ് നമസ്കാരം, ഞാൻ ചിന്മയ്. മൂവി സ്പോട്ടിന്റെ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു ഡിഫറെന്റ് മൂവി എക്സ്പെരിമെന്റ് ആയ ഒരു സിനിമയെ കുറിച്ചാണ്. ഹൊറർ, കോമഡി, സൈക്കോളജി ഈ 3 എലമെന്റ്സ് ഒത്തുചേർന്ന് 2016 പുറത്തിറങ്ങിയ ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമയാണ് പ്രേതം. അയാൾ ഇത് തന്നെയാണ് പറയുന്നതെന്നാണോ, ഇത് മാത്രമാണ് പറയുന്നതെന്നാണോ? Almost, word by word. Why? Then he is lying. തെറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അയാൾ ചൂടാവും, അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൂട്ടിച്ചേർത്ത് അയാൾ സ്റ്റേറ്റ്മെന്റ് കൺവിൻസിംഗ് ആക്കും. ഹി ഈസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ് മീൻസ് ഇറ്റ്സ് ബിൻ റിഹേഴ്സ്ഡ്. അദ്ദേഹത്തിന്റെ ടൊണാലിറ്റിയിലും പ്രോബ്ലംസ് ഉണ്ട്. So you think he is the criminal? ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾ. രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ജയസൂര്യയാണ്. ഇവർക്കൊപ്പം അജു വർഗീസ്, ഗോവിന്ദ് പത്മസൂര്യ, ധർമ്മജൻ ബോൾഗാട്ടി, പേളി മണി എന്നിവരും പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. Do you want to go on a date with me? എന്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ മിസ്റ്റർ പ്രിയലാലിന് താല്പര്യമുണ്ടോ ഇല്ലയോ? അവനോടുള്ള വാശി തീർക്കാനുള്ള ഒരു കളിക്കോപ്പാണോ എന്റെ ജീവിതം? യെസ് ഓർ നോ? യെസ്. നിസയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെ വാങ്ങിത്തരും? എന്നെ എത്ര വേണേലും ഡേറ്റ് ചെയ്തോളൂ. I'm going to show that bugger. എന്നാലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ പോലെ. എന്തിന്? നാളെ ഇതിന് ആരെങ്കിലും പാര വെച്ചാലുണ്ടല്ലോ, സത്യമായിട്ട് നിങ്ങളെയും കൊല്ലും ഞാനും ചാവും. ഇല്ലടാ, എനിക്ക് വിഷമമുണ്ടെങ്കിലും സന്തോഷവും. പിന്നെ നിനക്കിതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പേര് കേട്ട പേടി തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഒരു ഫൺ ഹൊറർ എന്റർടൈനർ ആണ്. അപ്പൊ പ്രേതം എന്ന ഈ സിനിമ എന്തുകൊണ്ടാണ് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയതെന്ന് നോക്കിയാലോ. രഞ്ജിത്ത് ശങ്കറും ജയസൂര്യയും തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമകളിലെല്ലാം ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ഉണ്ടാവാറുണ്ട്. സൂസു സുധി വാൽമീകം, ഞാൻ മേരിക്കുട്ടി, സണ്ണി പോലുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് ഒരു ഡിഫറെന്റ് ഫീല് കൊടുത്തിട്ടുണ്ട്. പ്രേതത്തിൽ ജയസൂര്യ അവതരിപ്പിച്ച ജോൺ ഡോൺ ബോസ്കോ എന്ന കഥാപാത്രം മലയാള സിനിമയിലെ വളരെ യുണീക്ക് ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ക്യാരക്ടറായി മാറി. ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നു. അത് കള്ളമാവാം, സത്യമാവാം. എൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക്. രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? ആണെന്നുള്ളതാണ് സത്യം. മുഖങ്ങൾ മാറും, പാറ്റേൺ റിപ്പീറ്റ്സ്. എടാ, ഇത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യണം. പല കേസുകൾക്കും ഇത് ഹെൽപ്ഫുൾ ആവും. പിന്നെന്താ, പൈസ തന്നാ മതി. അല്ല, എന്താ ഇനി പ്ലാൻ? ഇവിടെ തന്നെ ഉണ്ടാവോ അതോ പഴയ പോലെ ഓടിപ്പോവും? അതറിയായിരുന്നെങ്കിൽ ലൈഫ് എന്തൊരു ബോറായി പോയാലും. പ്രേതത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊരു ഹൊറർ മൂവി ആയിട്ടും അധികം സ്കെയറി എലമെന്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഓഡിയൻസിന് ഈസി ആയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. സാധാരണ ഹൊറർ സിനിമകൾ പഴയ വീടുകളിലോ ഗ്രാമങ്ങളിലോ ആണ് ഷൂട്ട് ചെയ്യാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു റിസോർട്ടിലാണ്. അതുകൊണ്ട് ഓഡിയൻസിന് ഇത് ഒരു ഫ്രഷ് ഫീല് നൽകുന്നു. ഇപ്പൊ എന്റെ ഏട്ടൻ ഫ്രീ ആണോ? അവനോട് മറ്റേ പരിപാടി തന്നെ ആയിരിക്കും. അവന്റെ ശരീരഘടന വെച്ചത് പറ്റൂ. നമ്മുടെ റൂമിൽ ബോട്ടിലല്ലേ, നമ്മൾ അവിടെ കള്ളടിക്കുന്നു, ഇവൻ ഇവിടെ സ്കോച്ചും തേണ്ടി. ഇവനൊക്കെ ഇത്ര കച്ചറ സാധനമാണ് അടിക്കുന്നത്. അതല്ലടാ, അവന്റെ ഫോണല്ലേ ഓഫായി കിടക്കുന്നത്? അതെ. അപ്പോ അവന്റെ ഫോണിൽ നിന്നല്ലേ ഇപ്പൊ കോള് വന്നത്? അതുകൊണ്ട് എടാ, അപ്പൊ പ്രിയൻ ആരോടായി സംസാരിച്ചോണ്ടിരിക്കുന്നത്? പ്രേതം ഹിറ്റായതോടെ സംവിധായകൻ ഇതിന്റെ 2ാം ഭാഗം 2018 ഇറക്കി. ചില കോമഡി സീനിൽ അജു വർഗീസിന്റെ ഇംപ്രവൈസേഷൻ കൊണ്ട് പല സീനുകളും വളരെ നാച്ചുറൽ ആയി ഫീൽ ചെയ്തു. ലൈറ്റിങ്ങിന് ഈ സിനിമയിൽ ഒരു പ്രധാന റോൾ ഉണ്ട്. നോർമൽ ടിപ്പിക്കൽ ഹൊറർ മൂവി ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് ബ്രൈറ്റ് ആൻഡ് സ്റ്റൈലിഷ് ടോൺ യൂസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഫൺ എന്റർടൈനർ ആക്കാൻ സഹായിച്ചു. മനുഷ്യൻ ഇന്നലെ ഉറങ്ങിയതല്ലേ ചേട്ടാ? അപ്പോഴും ഇതെന്ത് പുല്ലാണ്? സത്യം പറഞ്ഞ നീ അല്ല എടുത്ത് എന്നെ പേടിപ്പിക്കാൻ. ഒരെണ്ണം തന്നോണ്ടല്ലോ. ഞാനൊരു ഫോട്ടോ ഇല്ലടാ പോത്തെ, പിന്നെ ഇങ്ങനെ ഞാൻ എടുക്കുന്നു. ഡോറ് ലോക്കാണല്ലോ. പിന്നെ ഇത് ആരെടുത്തു?
ഇന്ന് അവളുടെ കൂടെ പോകാനുള്ള ധൈര്യം എനിക്കില്ല. വയറിളക്കാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാൻ പോകുന്നു. പ്രേതം സിനിമ കണ്ടപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാ? കമന്റ് ചെയ്യാം. അപ്പൊ ഇതുവരെ പ്രേതം സിനിമ കാണാത്തവരുണ്ടെങ്കിൽ സൂര്യ ടിവിയിൽ കാണാം. മൂവി സ്പോട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അണ്ടിൽ ദെൻ കീപ് വാച്ചിങ് മൂവീസ്, കീപ് ലവിങ് സിനിമ.